നമസ്കാരം, ഞാൻ ദിനേഷ് സോബർണിക. ചെണ്ടുമല്ലി കൃഷിക്കാർക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. നമ്മൾ 23-24 വീഡിയോ ചെയ്തത് ഓരോരുത്തർക്കും അത് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചിട്ട് ഈ വർഷത്തെ തെറ്റുകൾ തിരുത്തി അടുത്ത വർഷം കൂടുതൽ നല്ല വിളവിലേക്ക് എത്തിക്കാനാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പരീക്ഷണങ്ങളും അതിലുണ്ടാവും. ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നടുന്ന ദിവസം തൊട്ട് എന്നാണ് തലമുറിക്കേണ്ടത്, രണ്ടാമത്തെ തലമുറിക്കേണ്ടത് എപ്പോഴാണ്, എന്ന് മുട്ട് വരുത്താൻ സാധിക്കും, എന്ന് മുതൽ ആ മുട്ട് മുറിച്ച് കളയണം. അതുകൂടാതെ ഏത് ദിവസം കാണുന്ന ചെറിയ മുട്ടാണ് നമുക്ക് അത്തത്തിന് പൊട്ടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് എഴുതി വെക്കാൻ പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാണ് പിന്നീട്. പക്ഷെ പല ആളുകളും ചെയ്യുന്നത് എന്തറിയോ, വീഡിയോയുടെ കുറച്ച് ഭാഗം കേട്ടിട്ട് ക്ഷമയില്ലാതെ കുറച്ച് ഭാഗം കേട്ടിട്ട് വളത്തിൻ്റെ ആദ്യത്തെ പേര് വെക്കും, എന്നിട്ട് മുട്ട് വരാതെ ആകുമ്പോൾ വിളിക്കും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. ഞാൻ അതിൽ എന്താണ് പറയുക, നിങ്ങളതിൽ മുഴുവൻ കാര്യങ്ങളും അതിൽ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം. കൃത്യമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പം ഈ തോട്ടം തന്നെ, വാളയാറുള്ള ഈ തോട്ടം തന്നെ വൈകി നട്ടതാണ്. വൈകി നട്ട തോട്ടത്തിൽ നമ്മൾ കാരണം ഏകദേശം 20 ദിവസത്തിൽ അധികം വൈകി നട്ട 20-22 ദിവസം വൈകിയ തോട്ടാണ്. അതിൽ നമുക്ക് മുട്ട് വേഗം വരുത്തണം. പക്ഷേ അത്തത്തിലേക്ക് പൂ കിട്ടാനുള്ള പരീക്ഷണങ്ങളിലേക്ക് എത്തില്ല. കാരണം വൈകിട്ടാണ് ഞാനത് ഇങ്ങനെ നട്ട കാര്യം തന്നെ അറിയുന്നത്. അതായത് ഇത്രയും ഇതായിപ്പോയി, അതായത് ഡിലേ വന്നു എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളതിനുള്ള വളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ മുട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ അറിയോ, ഒരു ചെടിയുടെ ലൈഫ് എത്ര ഉണ്ട് എന്ന് പഠിച്ച് എത്ര ദിവസം കൊണ്ട് പൂവിടുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്തിട്ടുള്ള അനുഭവത്തിലായി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ഒന്ന് കൃത്യമായി ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എഴുതി വെക്കെങ്കിലും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെടിയെ ഇപ്പോൾ മുട്ട് വന്നിട്ടുള്ള ആളുകൾ ഇനി എന്ന് വിരിയും എന്ന് വീണ്ടും ചോദിക്കരുത്. 12 മുതൽ 16 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഒരു പൂമുട്ട് കണ്ടാൽ വിരിയുക. വെയിലിനനുസരിച്ചാണ് കേട്ടോ. ചിലപ്പോൾ 12 നല്ല വെയിലാണെങ്കിൽ 12 ദിവസം കൊണ്ട് വിരിയും, അല്ലെങ്കിൽ 16 ദിവസത്തിലേക്കൊക്കെ പോകും. ചിലപ്പോൾ അതിലും കൂടാം വെയിലില്ലെങ്കിൽ. ആ പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് വെയിലുണ്ടാവുമെന്ന്. അപ്പോൾ ഇനി ഈ മുട്ട് വന്നിട്ട് മുട്ട് തണ്ട് വളരെ നൈസായിട്ട് വരിക, നീണ്ടു വരികയാണ് എന്നുള്ളൊരു ഇതുള്ള ആളുകൾക്ക് പൊട്ടാഷ്യൻ്റെയോ മറ്റു ന്യൂട്രിയൻറ്റിൻ്റെയോ കുറവുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണ്ട. ഈ 13, 27, 27 എല്ലാ ന്യൂട്രിയൻറ്റുകളും കിട്ടിയിട്ടുണ്ട്, അത് കൊടുക്കാം. അതുപോലെ ചെടിക്ക് ഒരു പുഷ്ടി കിട്ടാനും മുട്ടിന് നല്ല വലിപ്പം കിട്ടാനും സീവീഡ് എക്സ്ട്രാക്ട് ജെൽ അടിക്കുന്നത് നന്നായിരിക്കും. ഇടവിട്ടുള്ള ദിവസങ്ങൾ, ഇടവിട്ടല്ല, ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് 2-3 ദിവസങ്ങളിലൊക്കെ സീവീഡ് എക്സ്ട്രാക്ട് ജെൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ച കാണിക്കും, മുട്ടിന് നല്ല വലിപ്പം കാണിക്കും. ഇനി കണ്ട മുട്ട അതേപോലെ തന്നെ നിൽക്കുകയാണ്, പൊന്തിയാലും വളരെ നൈസാണെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഉണ്ടാവാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ജൈവ രീതിയിലോ അല്ല നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ അതിലേക്ക് മരുന്ന് കൊടുത്താൽ കുറേയൊക്കെ കുറയും. അപ്പോൾ ഈ രീതിയിൽ വളർത്തിയെടുക്കുക. ഇനി ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് ആൾ ചോദിച്ചു, ഞാൻ 13, 27, 27 പറഞ്ഞു, അതേപോലെ നമ്മളുടെ 0.45, 0.50 ഇങ്ങനെ പൊട്ടാഷ്യം കൂടിയതുണ്ട് എന്ന് പറഞ്ഞു. ആ പൊട്ടാഷ്യം കൂടിയതുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചോദിക്കുന്നു ഇതിനേക്കാൾ പെട്ടെന്ന് പൂവ് വരാനുള്ള കാര്യം ഉണ്ടോയെന്ന്. ഇന്നലെ ചോദിക്കുന്ന ഡേറ്റ് ഏകദേശം 10. ഞാൻ പറഞ്ഞത് ഇത്ര കുറേ മുന്നേ നമ്മൾ ഒരു ജൂലൈ 25-നാണ് ഈ മുട്ട് കാണണം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ജൂലൈ 20 ആകുമ്പോഴേക്കും നമ്മൾ പൊട്ടാഷ്യൻ്റെ അപ്ലിക്കേഷൻ തുടങ്ങുകയാണ്. അത് നമുക്കറിയാം, ഒരു സമയത്തിൽ എത്തിക്കണമെങ്കിൽ അതിന് ഇന്ന കാര്യം കൊടുക്കണം. ഇപ്പോൾ ഈ പൊട്ടാഷ്യം കൂടുതലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അപകടത്തിലേക്ക് പോകും. നിങ്ങൾ ഈ ചെടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ചെടിയിൽ എന്തെങ്കിലും മാറ്റം ഇലകളിൽ ഉണ്ടോ എന്ന് നോക്കുക. കുറേ ഇലകൾ കരിഞ്ഞിരിക്കുന്നു കണ്ടില്ലേ? ഒരേ ചെടിയല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ നിങ്ങൾ ആ ചെടികളെ കണ്ടില്ലേ? എന്താ സംഭവിച്ചതെന്നറിയോ? നമ്മൾ ഈ മുട്ട് കുറവാണ് എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് 13, 27, 27 കൊടുക്കണം. അല്ലെങ്കിൽ അത് കൊടുത്താലുള്ള ഗുണം അതിലെ മാക്രോ ന്യൂട്രിയൻസ് എല്ലാം ഉള്ളത് കൊണ്ട് ചെടി ആവശ്യമുള്ളത് വലിച്ചോളും. അതും ഇടവിട്ട് കൊടുക്കാൻ പറയുന്നത്. ഇന്ന് കൊടുത്തു, മഴ പെയ്തു, നാളെ വേണമെങ്കിൽ ഒരു ലൈറ്റ് ഡോസ് കൊടുക്കാം. കൊടുക്കുമ്പോൾ ഏറ്റവും കുറച്ച് ഓരോ തവണയും അളവ് കുറച്ചാണ് കൊടുക്കാൻ പറയാം. 13, 27, 27 ഉണ്ട്, 0.50
പൊട്ടാസ്യം കൂടി SOP എന്ന് പറയുന്ന സാധനമുണ്ട്. SOP അടിക്കുകയാണെങ്കിൽ വളരെ കാരണം 13-27-27ൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി പവർ കൂടിയ സാധനമാണ്. വളരെ കുറഞ്ഞ അടിക്കണം എന്ന് പറഞ്ഞു. എവിടെയോ ഒരു ചെറിയൊരു തെറ്റ് പറ്റി. ചെറിയ തോതിൽ വളം കൂടി അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു. അത് അടിച്ച ഏകദേശം 2000 ചെടികൾ ഇവിടെ ഉള്ളതിൽ 100-300 ചെടികളുടെ എല്ലാം അല്ല, ആ തട്ടിയ മെയിനായിട്ട് ഒന്ന് അടിച്ചു പോയിട്ടുള്ളൂ. തട്ടിയ സ്ഥലങ്ങളിൽ ഇല പൊള്ളിപ്പോയി. അപ്പോൾ നമ്മൾ പൂവ് വേഗത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശക്തിയായ തോതിൽ ക്വാണ്ടിറ്റി ഹെവി ഡോസിലുള്ള സാധനങ്ങൾ അടിക്കുമ്പോൾ അത് കേടാവും എന്നുള്ളത് മുന്നേ പറഞ്ഞത്. അതുകൊണ്ടാണ് ചില ആളുകൾ, ഇപ്പോൾ തുടക്കക്കാര ആളുകളോടൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വളങ്ങൾ ഏത് രീതിയിൽ ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഇനി അടുത്തൊരു ഡോസും കൂടി ചെടിക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ വളം കൊടുത്തിട്ട് വേഗത്തിൽ പൂവിടാൻ നോക്കിയാൽ നിങ്ങളുടെ ചെടികൾ നാശമാവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വളവും പറഞ്ഞ് എത്ര ഇടവേളകളിൽ ലൈറ്റായിട്ട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഡെയിലി കൊടുക്കാം. എങ്ങനെ ഡെയിലി തന്നെ പെട്ടെന്ന് പൂടാൻ വേണ്ടി 2-3 ദിവസമൊക്കെ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി എടുക്കുക, നല്ലോണം വളരെ അത്രയും ഡയലൂട്ട് ചെയ്ത് ഉള്ള രീതിയിൽ കൊടുക്കാൻ മനസ്സിലാക്കുക. നമുക്ക് ചിലപ്പോൾ ആഗ്രഹം വരും വേഗം പൂവ് വരട്ടെ എന്ന്. അത് വിചാരിച്ചിട്ട് കൂടുതൽ വളം കൊടുത്താൽ വേഗം പൂവ് വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. നിങ്ങളുടെ ചെടികളിൽ ഇനി മൊട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള വളങ്ങൾ, അതായത് ജൈവവളമായിട്ട് കൊടുക്കുകയാണെങ്കിൽ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല്, കടലപ്പിണ്ണ കുളിപ്പിച്ചൊക്കെ ഒന്ന് കൊടുക്കാം. ഒന്നുകൂടി വണ്ണം കിട്ടും. പക്ഷെ അത് തുടർച്ചയായിട്ട് കൊടുത്താൽ പൂവിടാനുള്ള സമയം കൂടും. അപ്പോൾ ഇടയിലൊക്കെ ഓരോന്ന് കൊടുത്താൽ മതി. ഇത് അറിഞ്ഞുകൊണ്ട് വളപ്രയോഗം നടത്തി നല്ലൊരു പൂക്കാലം നിങ്ങൾ സൃഷ്ടിക്കുക. സംശയമുള്ള ആളുകൾ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ അതിന് വൈകുന്നേരം വിളിക്കുക. താങ്ക്